പോൾ സാർ അകത്തുള്ളൂ. ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ തമ്പാനെ. അതെന്നാ വർത്തമാന ഫിലിപ്പേ? വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടിയെത്താനുള്ള സമയം അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പ് വേറെ, പാർട്ടി വേറെ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പോൾ സാർ തന്നെ. അത് മാറുമോ? ഞാൻ എന്നെ എല്ലാമായെന്ന് വെച്ചാലും എന്റെ അപ്പൻ അറപ്പറ്റ ജോസഫൻ നാന്നേ. അത് മാറിയല്ലോ. ജോണി, ഇതവൻ പറ്റിച്ച പണിയാ ആ ഉമ്മച്ചൻ. എങ്ങനെ ചിന്തിച്ചാലും അതിനാണ് സാധ്യത. കഴിഞ്ഞ തവണ കടുത്തൂരത്തെ നിലനിർത്താൻ ഉമ്മച്ചൻ 50 ലക്ഷം ഇറക്കി എന്നാ കേട്ടത്. അയാൾക്ക് സഹിക്കോ? അതിനൊക്കെ ഗഡ്സ് ഉണ്ടോ ഈ ഉമ്മച്ചന്? MC പോളിന്റെ മകനെ മർഡർ ചെയ്യാനുള്ള? ഐ ഡോണ്ട് തിങ്ക് സോ. പിടി. എന്നിട്ട് കോട്ടയം SP തന്നെ പറ, കൊന്നവനാർ കൊല്ലിച്ചവനാർ. എല്ലാ സംശയങ്ങളും അഭ്യൂഹങ്ങളും നാളെ കൊണ്ട് തീരും. അപ്പൊ ആളെ കിട്ടി? കിട്ടിയോന്ന് ചോദിച്ചാൽ ബെന്നി പോളിന്റെ ജോലിക്കാരൻ കിളവന് ബോധം വന്നു. അയാളുടെ മൊഴി എടുത്തു എന്ന് പറഞ്ഞാ ഇപ്പോ CI ജോണിയുടെ ഫോൺ വന്നത്. ഒരു പെൺകുട്ടിയാ. പെൺകൊച്ചോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡന്റ്. തനിക്കറിയാടോ, തന്റെ സാറയുടെ അപ്പന്റെ എക്സ്ട്രാ സെറ്റപ്പിലുണ്ടായ ഒരു കൊച്ച് ആനി. അതിനെ പിടിച്ചോ? ഇല്ല, അവള് കൊല്ലാൻ ഉപയോഗിച്ച കത്തി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബെന്നി പോളിന്റെ രക്തത്തിന്റെ സ്റ്റെയിനുള്ള കത്തി. തെളിവായിട്ട് അത് കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. ഒരു മിനിറ്റ്. എന്നാലും ആ കൊച്ചി എന്നാ പണിയാ കാണിച്ചെന്നേ. അവക്ക് ഈ ചെറുക്കനുമായിട്ട് തന്നെ? ഇല്ല സാർ, സാർ ഞാൻ തന്നെ പോകും സാർ. സാർ അറസ്റ്റ് നടന്നോണ്ട സാറായി വിളിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചു. നീങ്ങന്നേ. അതെ, കൊച്ചിരിക്കുന്ന സ്ഥലം അറിഞ്ഞു. ആ കൊടാലിയച്ചനില്ലേ, സഭയിൽ നിന്ന് പുറത്താക്കിയ റിബൽ ഫാദർ പുലിക്കോട്ടിൽ. ആ പുലി തന്നെ, പുലിയച്ചൻ. പട്ടയഭൂമി മിച്ചഭൂമി എന്നൊക്കെ പറഞ്ഞ് അയാൾ ഗവൺമെന്റിനെതിരെ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടാക്കുന്നത്. അവിടെ കയറി ആ പെങ്കൊച്ചിനെ ഒന്ന് പൊക്കിയാൽ കൊലപാതക കേസിലെ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് നാറ്റിക്കാം. അറസ്റ്റ് എന്നാ വൈകുന്നേ? അച്ഛൻ അവിടെ ലോക്കൽ സപ്പോർട്ട് ഭയങ്കര ആടാവി. സ്ഥലത്തിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ചില പ്രിക്കോഷൻസ് എടുക്കണം. നാളെ ഉച്ചയോടുകൂടി അറസ്റ്റ് നടക്കും. എന്റെ പൊന്നു മോനെ DK, ഡിപ്പാർട്ട്മെന്റ് രഹസ്യ വെളി പോലെ. അതെന്നാണ് അണ്ണൻ അങ്ങനെ പറയുന്നത്? അണ്ണൻ ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റ്. ഒരു 2 എണ്ണം എടുത്തേ. അബൂബക്കർ ഒരു വിവരം പറഞ്ഞു. ആനി വെളുപ്പിന് ഇവിടെ കുട്ടിക്കാനത്തിന്. ഇപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയ രാജഗോപാലൻ സംശയിക്കും. ആരാ? ദാവീദാന്ന് പറഞ്ഞാ മതി, അച്ഛനറിയാം. റവന്യൂ മന്ത്രി വരട്ടടോ. അയാള് വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന്. ഏത് നമ്മൾ പറയുന്നതിലെ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം. ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും. രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ തട്ടിപ്പ് നിരാഹാരമല്ല, അവിടെ കിടന്ന് ചാവാൻ തയ്യാറായി തന്നെ കിടക്കും. ഏത് എന്നാ നിങ്ങൾ ചെല്ല്. ഉച്ച കഴിഞ്ഞ് പ്രയർ ഹാളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. ഏത് എന്നാ വിട്ടോ. എന്നതാടാ ദാവീദേ, നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ? എവിടെയാ പൊട്ടിപ്പെണ്ണ്? വാ, അവക്ക് എന്നാത്തിന്റെ കഴപ്പായിരുന്നു. അവള് തന്നെ പറയും. വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കണ്ട. പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ.
എന്നാ പണിയാ മോളെ കാണിച്ചേ? കരയല്ലേ കരയല്ലേ? ഒരുത്തനെ കൊല്ലാൻ ധൈര്യം കാണിച്ചോളാന്ന് നോക്കിക്കിടന്ന് കാർന്നേ. കൂട്ടുകാരോട്ടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും. പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ? നിന്റെ ജീവിതം, നിന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖം, അതൊന്നും ഓർമ്മ വന്നില്ലേ നിനക്ക്? പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി അവൻ അർച്ചനെ അറിയുകയല്ലെന്ന് പറഞ്ഞു കേട്ടപ്പോ നടന്ന സത്യം മുഴുവൻ നിഷേധിച്ച് നുണ തന്നെ ഉറക്കം വിളിച്ച് പറയുന്നത് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല. കൊല്ലം തന്നെ തീരുമാനിച്ച ഞാൻ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. അർച്ചനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇച്ചായ അവനല്ല അവനെ കൊന്നത്. ആരാ? ഓ കുഞ്ഞ് മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. മെഡിക്കലില് പഠിക്കുന്ന ചെല്ല് ചെല്ല്, ബെന്നി സാർ മുകളിലിരിപ്പുണ്ട്. നിനക്കറിയില്ല അല്ലടാ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനേ എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ കൊന്നിട്ടില്ലെന്ന് ആരോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടേക്ക് പോരാൻ തീരുമാനിച്ചു. അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുക. എത്ര കാലം? പോലീസ് അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവരിവിടെ എത്തും. നിന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുക. കൂട്ടത്തിൽ അതിന്റെ പേരിൽ അച്ഛനെ ഒന്ന് അവമാനിക്കുക. മോളിൽ നിന്നുള്ള ഓർഡർ അതാ. അത് വേണ്ടിച്ചായ ഞാൻ സറണ്ടർ ആകാം. നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പോലീസിൽ പറയാം. വിശ്വസിക്കുകയല്ല. തന്നെയല്ല, നീ തന്നെയാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ പോലീസിന് താല്പര്യമുണ്ട്. നീ അവിടെ ഉപേക്ഷിച്ച കത്തിയാ പ്രധാന തെളിവ്. അതിൽ ബെന്നിപ്പോളിന്റെ രക്തക്കറ കണ്ടതായിട്ട് എഫ്ഐആറിലുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? അവര് തീരുമാനിച്ചു കഴിഞ്ഞു പ്രതിയെ. നിക്കട്ടെ, ഇപ്പൊ ചെന്ന് ചാടി കൊടുക്കണ്ട. അച്ചോ, ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോവാ. കുറച്ചുനാൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കട്ടെ. ഇവളല്ല കൊന്നതെന്നുള്ള സത്യം തെളിയണം ദാവീദേ. തെളിയണം. തെളിയിച്ചേ മതിയാവും.